ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലട പോലെയല്ല. പിന്നെ ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, ഒരു വെറൈറ്റി കളറാണ്. ടേസ്റ്റ് ആണെങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചൗരി എടുത്തിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. പിന്നെ ഇത് നമ്മുടെ ഈ തീരെ ചെറിയ മണി പോലെയുള്ള ഈ ശരിക്കും ഹോമിയോ ഗുളികയൊക്കെ പോലെയുള്ള എത്രയും ചെറിയ ഒരു തരിയായിട്ടുള്ള ചൗരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. കഴിക്കുമ്പോഴും കുറച്ചും കൂടെ നല്ല ഒരു ഫൈനായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത് ഇതിനാണ് കേട്ടോ. മറ്റേത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. ഞാനിത് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലേ വേവിക്കാൻ പാടുള്ളൂ. അതേപോലെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മുടെ ചൗരി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു അരിപ്പയിലിട്ട് അരിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്താൽ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയൊക്കെ കണ്ട് പോയിട്ട് ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയിൽ നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. കഴുകി അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം മഴേൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാനിവിടെ പാല് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനകത്തേക്ക് ഈ പാലടേൻ്റെ ഈ സാധനം ഇടുകയായിരിക്കും ചെയ്യുക. പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പാല് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പകരം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ പാലടേൻ്റെ ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ഞാൻ ചെയ്യാം കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നുമില്ലാതെ ജസ്റ്റ് ഈ പാലിനകത്തേക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ച് വേവിച്ച് പിന്നെ ഒന്ന് നെയ്യിൽ മറ്റു സാധനം ഒന്ന് വറവിട്ടെടുത്താൽ തന്നെ പാലടയായി. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇത് മിൽമേൻ്റെ പാലട മിക്സാണ് കേട്ടോ. ബാക്കിയുള്ള ഒരു സാധനത്തിനും ഈ മിൽമേൻ്റെ പാലട ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എനിക്കിതിങ്ങനെയൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സ്റ്റാൻഡ്, ട്രൈപോഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതാ അടിപൊളി സ്റ്റാൻഡാണ്. ഈ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഇതിൻ്റെ മേലേക്ക് ഫോണൊന്ന് ബാലൻസ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്താണോ വീഡിയോ എടുക്കാനുള്ളത് അത് ഇതിൻ്റെ ചോട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കും. നമുക്കിപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ മതി. കുട്ടികളെ വീട്ടിലുണ്ടാകുന്ന സമയത്താണെങ്കിൽ മോനെ കൊണ്ടൊക്കെ വീഡിയോ എടുപ്പിക്കും. അപ്പോൾ അവരെപ്പോഴും ഉണ്ടാവില്ലല്ലോ, അവർ സ്കൂളിലൊക്കെ പോകില്ലേ. അങ്ങനെ ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. സാധാരണ നമുക്ക് പാലട മിക്സൊക്കെ നല്ല വെള്ള കളറിലല്ലേ കിട്ടുക. ഇതാ കളറും ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് എന്തായാലും ഈ പാലിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടത് വേവിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോവും. ഒരു 10-15 മിനിറ്റ് സമയം കുക്കായാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഏകദേശം ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചൗരി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഒന്നും കൂടെ ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ലേശം കോൺഫ്ലവർ, അതിനകത്ത് ലേശം പാൽ ഒഴിച്ച് കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ തന്നെ അത് തിക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ച പാലും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. നമ്മുടെ ഈ കുക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇത്രയും മതി. വേണമെങ്കിൽ ഒന്നും കൂടെ തിളപ്പിക്കാം. ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ച പാലായതുകൊണ്ട്
രണ്ടാമത് തിളപ്പിക്കുന്നില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറവിട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയി അടുപ്പത്തിരുന്ന്. അപ്പോൾ നല്ല നമ്മൾ അടിപൊളി പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പാലട മിക്സ് വാങ്ങുകയാണെങ്കിൽ മിൽമേൻ്റെ നോക്കി വാങ്ങണം, എന്നാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വേറെ എന്ത് പാലട ഉണ്ടാക്കിയാലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കളറും കിട്ടില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റും കിട്ടില്ല. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്നത് നമ്മളെ ലാമിക്കുട്ടീനെയാണ് കേട്ടോ. ലാമിക്കുട്ടി ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ പറയും പാലടേൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ആദ്യം ഒന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ പറയാം. കുടിച്ചപാട് പറയാൻ പറ്റില്ലല്ലോ. മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്, അപ്പം നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പം കൂട്ടുകാരെ, നമ്മളെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ലാമിക്കുട്ടീനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോകണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടാറ്റാ.